മൈ ചാനൽ. വണ്ടി ഓടി മറ്റേ കണ്ണൊന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പാലത്തിന്റെ വണ്ടി ഒരു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പോലെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ പോകാൻ പോകുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വലിയ സയൻസ് ഫെസ്റ്റിവൽ കേരളത്തിൽ നടക്കുകയാണ്. ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് സയൻസ് ഫെസ്റ്റ് നമ്മുടെ ട്രിവാൻഡ്രത്ത് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ ഞാൻ കാറിൽ കയറിയപ്പം പെട്ടെന്ന് വിചാരിച്ച് വ്ലോഗ് എടുക്കാം. അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചാൽ 8 മണിക്കൂർ നടന്ന് കാണാനുള്ള പരിപാടി ഉണ്ട്. 8 മണിക്കൂറൊന്നും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു മണിക്കൂർ മാക്സിമം 3-4 മണിക്കൂർ. അത്രയും സമയം കൊണ്ട് ഒരു 10 മണി കഴിഞ്ഞു. 11 മണി ഉച്ചയ്ക്കാൻ വരാല്ലേ? യെസ്, നമ്മുടെ ഡ്രൈവർ റസലാണ്. റസല് ഒരു ഹായ് പറ. 3 കിലോമീറ്റർ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തും? സയൻസ് ഫെസ്റ്റിവൽ എവിടെ? തോന്നിക്കലാണല്ലേ? തിരുവനന്തപുരം തോന്നിക്കൽ എവിടെയാ? തോന്നിക്കൽ ആ ജംഗ്ഷനിൽ തന്നെയാണ് സയൻസ് പാർക്ക്. കഴക്കൂട്ടത്താണോ? കഴക്കൂട്ടം കഴിഞ്ഞ് മംഗലാപുരം. നമ്മൾ കഴക്കൂട്ടത്ത് നിന്ന് ആറ്റിങ്ങിൽ പോകണം. സയൻസ് പാർക്കിലാണ്. നമ്മള് ഓഫീസ് വർക്കിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി പോകുന്നത്. അതിനിടയ്ക്ക് വ്ലോഗ് എടുക്കാൻ വേണ്ടി. ഇത് റസലിന്റെ വാപ്പയുടെ ഒരു വിന്റേജ് കാറാണ് അല്ലേടാ? ഭയങ്കര വെയിലാണ്. ഇങ്ങോട്ട് വരുന്നവർ ദൂരം നടക്കാണ്ട് ഇതിനകത്ത് തന്നെ വണ്ടി ഇട്ടിട്ട് ഇനി ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് നടന്നാലേ പരിപാടി കാണാൻ പറ്റുള്ളൂ. കൊട അല്ലെങ്കിൽ തൊപ്പി കയ്യിൽ കരുതുക. സൺസ്ക്രീൻ ഇട്ടിട്ട് വരിക. നല്ല വെയിലുണ്ട്. ഗൈസ്, റസലാണ് നമ്മളുടെ ക്യാമറാമാൻ. നമ്മുടെ ഓഫീസില് എന്തോ 2 പ്രൊജക്ട് ഉണ്ടല്ലേ? അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോ എടുക്കാനാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ വന്നത്. ഓ, അവന്റെ ഐഫോണിന്റെ ഷോ കാണിക്കും. ഒരു പെങ്കൊച്ചിന്റെ സ്റ്റോറിയിൽ ഐഫോൺ കൊണ്ടിരിക്കുന്നു സൈഡില്. ഇവിടെ നല്ല തിരക്കുണ്ട്. സ്കൂളിലെയും കോളേജിലെയും ഒക്കെ പിള്ളേർ വരുന്നുണ്ട്. കോളേജിലെ പിള്ളേരൊക്കെ കാണുമ്പോൾ റസലിന് ഒരു ചെറിയൊരു ഇളക്കം. ഞാൻ +1 +2 ജേർണലിസ്റ്റാണ് പഠിച്ചത്. ഞാൻ 10th വരെ ബയോളജി സയൻസ് പഠിച്ചിട്ടുള്ളൂ. അപ്പൊ കുറച്ച് സാധനങ്ങൾ കാണുമ്പോൾ എനിക്ക് നൊസ്റ്റാൾജി വരുന്നു. ഇവിടെ മൈറ്റോകോൺട്രിയ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സയൻസ് പഠിക്കാൻ തോന്നുന്നു ഗൈസ്. നമ്മളിപ്പം കപ്പലിലാണ്. സംഭവം മറ്റേ എന്താ പ്രകൃതിശാസ്ത്രം അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ. എന്താ സിസ്റ്റം ഇത് ടീറക്സിന്റെ ഫോസിൽസ് റീക്രിയേറ്റ് ചെയ്തതാണ്. ഇതൊക്കെ ഈ മില്യൺ ഇയേഴ്സ് മുമ്പാണ് ഇതിന്റെ കാലഘട്ടം വരും. കറക്റ്റ് ആയിരിക്കും. ഇനി അതേപോലെ ഇപ്പുറത്ത് ചെയ്തോണ്ടിരിക്കും കുറച്ചു നേരം. എന്തോ തോന്നി ഇപ്പൊ? ഫീൽ ഇപ്പുറത്ത് കിട്ടിയാ? കുഞ്ഞാസ്ട്രോനോട്ട് മാർസിലാണ് നിൽക്കുന്നത്. ഇപ്പം
വന്നപ്പോഴേ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നത് ഇവിടെ വരാനായിരുന്നു. ഈ ബ്രെയിനിന്റെ ഫുൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പവലിയൻ ഉണ്ട്. പവലിയൻ ഇത് ഫുൾ ബ്രെയിനെ പറ്റി, ബ്രെയിൻ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്. നമുക്ക് ഹോളോഗ്രാം എടുക്കാനുണ്ട്, കാരണം അപ്പൊ ഇവിടെ താഴെ എവിടെയാണെന്ന് പറഞ്ഞു. ലൈറ്റ് അടിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ എന്ത് പറ്റും? സ്കൂളിൽ പഠിപ്പിച്ച് സെൻസറുണ്ട്. സെൻസറിൽ ഞാൻ ലൈറ്റ് അടിക്കും. കണ്ണിലെ ലൈറ്റ് അടിക്കുന്നത് ഈ ബ്രെയിനിന്റെ പവലിയനിലോട്ട് വന്നാൽ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. അതിനകത്ത് കുറേ ഇന്ററാക്റ്റീവ് വാളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് ഒരു ഡിസിഷൻ എടുക്കുന്നത്. അപ്പം ആദ്യം ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ പ്രോസസ് അറ്റൻഡ് ചെയ്യാൻ, പിന്നെ റിമെമ്പറിങ്, പിന്നെ റീസണിങ്, പിന്നെ ഡിസൈഡിങ്, പിന്നെ ചെക്കിങ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കൈ ഈ പ്രോസസ്സ് നമുക്ക് കാണാൻ എങ്ങനെയാണ് ഈ സംഭവം. നമ്മൾ മുമ്പ് ബയോളജി ക്ലാസ്സിലേക്ക് പഠിച്ചതായിരിക്കും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വയസ്സ് 2 വയസ്സുള്ള പിള്ളേർ എങ്ങനെ പോയിന്റ് ഓഫ് വ്യൂല് കാണുന്നു എന്നുള്ള സംഭവങ്ങളാണ്. ഒരു ഷർട്ട് കാണിച്ചു തരാം. The front line of this conflict, following them as they try and recapture territory. And one thing that's become abundantly clear നമ്മള് 250 റുപ്പീസിന് ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് 50 റുപ്പീസിന് നമുക്ക് വാർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നൊരു സംഭവം. പിന്നെ VR എക്സ്പീരിയൻസിന് 50 റുപ്പീസ് കൊടുക്കണം. നമ്മൾ വാറിന് 50 റുപ്പീസ് കൊടുത്തിരുന്നു. പക്ഷേ നമ്മൾ യൂട്യൂബിൽ കാണുന്ന കുറെ വീഡിയോ കുറച്ച് പിച്ച കൂട്ടി ഭയങ്കര ഭാഗത്തായിട്ടും തോന്നിയില്ല. നമ്മള് 10 മണിക്ക് പോയിട്ട് ഇപ്പം 2:30 ആയി. നമ്മളിപ്പോ ഓഫീസ് എത്തി. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സംഭവം കുറെ സാധനങ്ങൾ ഭയങ്കര വെറൈറ്റി ആയിരുന്നു. അത് ഭയങ്കര ഓക്കെ ആയിരുന്നു. പക്ഷെ ചിലതൊക്കെ തട്ടിക്കൂട്ടി വെച്ചേക്കുമ്പോഴേക്ക് പറ്റിക്കാൻ 250 റുപ്പീസിന് 250 രൂപയ്ക്ക് കുറെ കാണാനുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരും പോയി കണ്ട നല്ലതായിരിക്കും. തൊട്ടടുത്ത് കിടക്കുന്ന സാധനം. അപ്പൊ ടിക്കറ്റ് റേറ്റ് 250 റുപ്പീസ് ആണ്. ചില സാധനങ്ങൾക്ക് മാത്രം 50 റുപ്പീസ് ഉണ്ട്. VR എക്സ്പീരിയൻസും കോഗ്നിഷൻ ഫ്രീ ആണ്. പിന്നെ വാർ എക്സ്പീരിയൻസ് ആണെങ്കിൽ 50 റുപ്പീസ് അധികമാണ്. പിന്നെ നടക്കാൻ കുറേ ഉണ്ട്. അതുകൊണ്ട് വെള്ളം കയ്യില് വെച്ചേക്ക, കുട എല്ലാം വെച്ചേക്ക. എന്തായാലും ക്ഷീണിക്കും. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. 20-ാം തീയതി വരെ പരിപാടിയുള്ളൂ. 15-ാം തീയതി വരെ ഉള്ളൂ. ഫെബ്രുവരി 20 മാറ്റിയോ? 20-ാം തീയതി വരെ പരിപാടി ഉണ്ട്. പിന്നെ വലിയ ഡേറ്റ് ഒന്നും ഇല്ല. ചെയ്യാൻ കുറെ സാധനങ്ങളാണ്. നമ്മള് സ്കൂളിൽ പഠിച്ച കുറെ സംഭവങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഹിസ്റ്ററി ആയാലും സയൻസ് ആയാലും എല്ലാം. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം പോയി കാണുന്നവർ പോയി കാണാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. റസൽ എവിടെ? റസൽ അവൻ ചത്തു. മെയിൻ ആണ് റെഡ് ആയി ഗൈസ്. അപ്പൊ see you guys.